പേര് കേൾക്കുമ്പോൾ വലിയൊരു സംഭവമായിട്ടൊക്കെ തോന്നും, പക്ഷേ എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും കുരുമുളക് പൊടിയും പിന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ഗരം മസാലയും തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അവിടെ മാറ്റി വെക്കാം. ഇനി ഇതുപോലെ കുറച്ച് വലിയ പീസായിട്ടുള്ള ചിക്കൻ എടുത്തിട്ട് അതിനൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ഇതിനൊന്ന് അടിച്ച് തല്ലി ചതച്ച് ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു മസാല ഉണ്ടല്ലോ അത് നന്നായിട്ട് എല്ലാ സൈഡിലും ഒന്ന് ആക്കി കൊടുക്കുക. അടിയിലും സൈഡിലും എല്ലാ ഭാഗത്തും ആക്കി കൊടുത്തതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഞാനൊരു 3 മണിക്കൂർ വെക്കുന്നുണ്ട്, സമയമുള്ളതിനനുസരിച്ചിട്ട് വെക്കാം. ഓവർനൈറ്റ് വെക്കുകയാണ് ഏറ്റവും നല്ലത്. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുക്കുക. അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് തവ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ വലിയ പീസായതുകൊണ്ട് തന്നെ കുക്കാവാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഈ ഒരു രീതിക്ക് ആയി വന്നാൽ ഇനി നമുക്കിതിലേക്ക് ഒരു സോസ് റെഡിയാക്കി എടുക്കാനുണ്ട്. ഒരു ചീസി മയോണൈസിന് വേണ്ടിയിട്ട് ഞാനിവിടെ പുഴുങ്ങിയ ഉരുളക്കിഴങ്ങാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ പുഴുങ്ങിയ ഉരുളക്കിഴങ്ങും വെളുത്തുള്ളിയും പാലും വിനാഗിരിയും ഉപ്പും പിന്നെ കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഫ്രഷ് ക്രീമും ചീസും കൂടി ചേർത്ത് കൊടുത്തിട്ട് അടിച്ചെടുക്കാം. ഞാൻ ചീസ് മൊസറല്ല ചീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, സ്ലൈസ് ചീസ് ആയാലും മതി. അപ്പോൾ അത് നമ്മുടെ സോസ് റെഡിയായി. ഇനി നമ്മുടെ ഈ ഒരു ചിക്കൻ്റെ മുകളിലൂടെ ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അങ്ങ് ചൂടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഇഫ ചിക്കൻ റെഡിയായി. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ റെസിപ്പീസിന് പേജ് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ.